സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ വിഎസിന്റെ ഇറങ്ങിപ്പോക്ക്. നീലേശ്വരത്ത് വിഎസ് അനുകൂല പ്രകടനം നടന്നു. വിഎസിന്റെ നിലപാടിന് പിന്തുണയുമായി സിഎംപി നേതാവ് സി.പി. ജോൺ. വിഎസിന് സിഎംപി പിന്തുണ നൽകുമെന്ന് സി.പി. ജോൺ. സംസ്ഥാനത്ത് 3 വർഷത്തിനകം സമ്പൂർണ്ണ +2 തുല്യത കൈവരിക്കുമെന്ന് മന്ത്രി അബ്ദുറബ്. മുൻകാല നഗരസഭാ അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം കാഞ്ഞങ്ങാട്ട് നഗരസഭയിൽ നടന്നു. സൗഹൃദ കൂട്ടായ്മ ഫുട്ബോൾ ഫെസ്റ്റ്. സമ്പാദ്യം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി ചാലിങ്കാൽ ഫ്രണ്ട്സ് ക്ലബ് മാതൃകയായി. തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടം. ഭക്തിയുടെ നിറവിൽ പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. വാർത്തകൾ വിശദമായി. നീലേശ്വരത്ത് വിഎസ് അനുകൂല പ്രകടനം നടന്നു. വിഎസിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് വിഎസ് ഓട്ടോ സ്റ്റാൻഡിലെ പ്രവർത്തകർ. സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വിഎസ് ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ വിഎസിന് പിന്തുണയുമായി നീലേശ്വരത്ത് പ്രകടനം നടന്നു. വിഎസ് ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. വിഎസിന്റെ കൂടെ ഉറച്ചു നിൽക്കുമെന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. വിഎസിന്റെ മുഖ്യമന്ത്രിയുടെ സീറ്റിന് വേണ്ടിയിട്ടും നീലേശ്വരത്തുകാർ ഒന്നിച്ചിറങ്ങിയിട്ട് പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വിഎസ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിഎസിനെ കാണിക്കുന്ന ഈ തരംതിരിവ്, പാർട്ടിക്കുള്ളിൽ കാണിക്കുന്ന തരംതിരിവ് തൊഴിലാളികൾ എന്ന രീതിയിൽ ഈ നീലേശ്വരത്തെ പ്രബുദ്ധരായ സിപിഎമ്മിൻ്റെ പാർട്ടി അണികളും തൊഴിലാളികളും വിഎസ് ഓട്ടോ സ്റ്റാൻഡ് ഒന്നടങ്കം അദ്ദേഹത്തിന് സപ്പോർട്ട് നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ വിഎസിന് നടപടി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം നീലേശ്വരത്തും പ്രകടനം നടന്നിരുന്നു. വിഎസ് അച്യുതാനന്ദൻ ഉയർത്തിയത് ഗുരുതര പ്രശ്നങ്ങളാണെന്ന് സിഎംപി നേതാവ് സി.പി. ജോൺ. വിഎസ് പുറത്തുവന്നാൽ സിഎംപി പിന്തുണ നൽകുമെന്നും സി.പി. ജോൺ. പൊതുപ്രവർത്തകരെ ഫാസിസ്റ്റ് രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന സിപിഎം നയത്തെ എതിർക്കാൻ വിഎസ് തയ്യാറായിരിക്കുന്നതായി സി.പി. ജോൺ പറഞ്ഞു. വിഭാഗീയ പ്രശ്നങ്ങൾ സിപിഎമ്മിനെ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തകർക്ക് നേരെ ഫാസിസ്റ്റ് രീതിയിൽ അക്രമം നടത്തുന്ന പാർട്ടിയാണ് സിപിഎം എന്ന വിഎസിന്റെ പ്രസ്താവനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് ടി.പി. വധം മുതൽ അദ്ദേഹം നിരന്തരമായി എടുത്തിരുന്നു. പക്ഷെ ഇടയ്ക്ക് അദ്ദേഹം ചാഞ്ചാടിയെങ്കിൽ പോലും വീണ്ടും ആ വിഷയം നിർണായക ഘട്ടത്തിൽ ഉയർത്തിയത് തികച്ചും സ്വാഗതാർഹമാണ് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, വാർത്തകൾ നിങ്ങൾക്ക് ആണ് കൂടുതൽ അറിയുക, അദ്ദേഹം സിപിഎമ്മിന്റെ ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പതാക ഉയർത്തിയെങ്കിൽ പോലും പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വാർത്ത. അദ്ദേഹം അത്തരത്തിൽ സിപിഎമ്മിന്റെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതോടുകൂടി സിപിഎം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് എം.വി.ആറിനെ പുറത്താക്കുന്ന കാലഘട്ടം മുതൽ സിപിഎമ്മിനെ ബാധിച്ച ഈ വിഭാഗീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ഗുരുതരാവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. വിഎസ് തെരുവിലിറങ്ങിയാൽ സിഎംപി പിന്താങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്, വിഎസ് അച്യുതാനന്ദൻ സോഷ്യൽ ഫാസിസത്തിനെതിരായിട്ട്, സിപിഎമ്മിന്റെ ഫാസിസത്തിനെതിരായിട്ട് തെരുവിലിറങ്ങുകയാണ് എങ്കിൽ സിഎംപി അദ്ദേഹത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും പിന്താങ്ങുകയും ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും നിർണായകമായ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും വിഎസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് പറയാം. വ്യത്യസ്തമായ ഉദ്ഘാടനം കൊണ്ട് ഐ.ടി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള റാസ്ബെറി പൈ കമ്പ്യൂട്ടർ കിറ്റ് വിതരണം ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ മന്ത്രി പി.കെ. അബ്ദുറബാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത കമ്പ്യൂട്ടർ അഭിരുചിയുള്ള കുട്ടികൾക്കായാണ് റാസ്ബെറി പൈ കമ്പ്യൂട്ടർ കിറ്റ് വിതരണം ചെയ്യുന്നത്. 14 ജില്ലകളിലും ഒരേ സമയത്ത് നടന്ന വിതരണോദ്ഘാടനം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും കാണാൻ സൗകര്യമൊരുക്കിയിരുന്നു. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിൽ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ് നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കുട്ടികൾക്ക് പ്രാഥമികമായ കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന
കുട്ടികളിൽ നിന്നും ഓരോ സ്കൂളിൽ നിന്നും ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏകദേശം 2500ഓളം കുട്ടികൾക്ക് 14 ജില്ലകളിലായി റാസ്ബെറി പൈ കിറ്റ്സ് നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാന്യനായ സംസ്ഥാന IT വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. ഓരോ ജില്ലയിലും ബന്ധപ്പെട്ട മന്ത്രിമാരും MLA-മാരുമാണ് അതാത് ജില്ലകളിലെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. കരകൗശല കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ, SSA DPO M ബാലൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സൗമിനി കല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. DDE C രാഘവൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്ത് 3 വർഷത്തിനകം സമ്പൂർണ്ണ +2 തുല്യത കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി അബ്ദുറബ് പറഞ്ഞു. കാസർഗോഡ് ജില്ലാ സാക്ഷരം പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 3 വർഷത്തിനകം സമ്പൂർണ്ണ +2 തുല്യത കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PK അബ്ദുറബ് പറഞ്ഞു. സംസ്ഥാനത്ത് ഈ വർഷം ഏപ്രിൽ 18-ന് സമ്പൂർണ്ണ 4ാം തരം തുല്യതാ പ്രഖ്യാപനം നടത്തും. പഠിക്കുന്നതിന് പ്രായം തടസ്സമല്ല. പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും തുല്യതാ പഠനത്തിന് സർക്കാർ സൗകര്യമൊരുക്കും. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും പഠിക്കാം. തുല്യതാ പഠനത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം നേടാനും സാധിച്ചിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പ്രത്യേക പാഠ്യപദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിൽ വരും. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള പുതിയ കേന്ദ്രം കാസർകോട്ടും പരപ്പനങ്ങാടിയിലും അനുവദിച്ചു. സാക്ഷരതാ പ്രേരകന്മാരോടും ജീവനക്കാരോടും അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പ്രേരകന്മാർക്ക് 100% അലവൻസ് അനുവദിച്ചു. ഈ സാക്ഷരതയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് അഭിനന്ദനീയമാണ്. ഇംഗ്ലീഷ് അധ്യാപകർക്ക് ഭാഷാ പ്രാവീണ്യത്തിന് പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വടക്കൻ ജില്ലകളിൽ തുടങ്ങുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ സാക്ഷരരായവർ കുറെ നിരക്ഷരായി മാറി. അതോടൊപ്പം തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര സമയബന്ധിതമായ വേഗതയോടുകൂടിയ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനെല്ലാം മറികടക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സാക്ഷരതാ പ്രവർത്തനവും തൊഴിൽ സാക്ഷരതാ പ്രവർത്തനവും തുല്യതാ പഠനവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് അടുത്ത ഏപ്രിൽ 18-ാം തീയതി സംസ്ഥാനത്തെ എല്ലാവരും 4ാം തരം തുല്യത കൈവരിച്ചവരായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് മുന്നോടിയായി തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അത്തരമൊരു പദ്ധതി ആരംഭിക്കുകയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതുപോലെ ഇതുപോലൊരു പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. ദേശീയ സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ മികച്ച പ്രകടനം നടത്തിയ TK ജ്യോതിപ്രസാദിന് മന്ത്രി ഉപഹാരം നൽകി. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സലിം കുരുവമ്പലം വിജ്ഞാൻ ജ്യോതി സൊവനിയർ ഏറ്റുവാങ്ങി. സാക്ഷരം റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ C രാഘവൻ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB ശ്യാമളാദേവി ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന സാക്ഷരതാ മിഷൻ ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ R ശശികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ, MC ഖമറുദ്ദീൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ്, K സുജാത, പാദൂർ കുഞ്ഞാമു ഹാജി, ഹരീഷ് P നായർ, EP രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രി PK അബ്ദുറബാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം നാടിന് ഉത്സവമായി. കെട്ടിടോദ്ഘാടനം മന്ത്രി PK അബ്ദുറബ് നിർവഹിച്ചു. ഈ വർഷം ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും CBSE സ്കൂളുകളിൽ നിന്നുമൊക്കെ കുട്ടികൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് വരുന്നു. ഒന്ന് ഉള്ളത് ആ സ്ഥാപനങ്ങൾക്ക് കുട്ടികളെ ആകർഷിക്കാൻ കഴിയുന്നു, അവിടെ നല്ല പഠനം നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്.
അതിലെല്ലാവരുടെയും കൂടി സഹകരണവും കൂട്ടായ്മയാണുള്ളത്. നമുക്കറിയാം, പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം വന്നതോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടപെടാൻ തിരുതല പഞ്ചായത്തുകൾക്കും മറ്റ് നഗരസഭകൾക്കുമൊക്കെ അവസരമുണ്ടായി. അവരവരുടേതായ പങ്ക് നിർവഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ MLA-മാരും MP-മാരും ഒക്കെ അവരുടേതായ പങ്ക് നിർവഹിക്കുന്നു. ഓരോ സ്കൂളുകളുടെയും നട്ടലായി പ്രവർത്തിക്കുന്ന PTA-കൾക്ക് ദൈനംദിന കാര്യങ്ങൾ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് PTA-യുടെ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. കെട്ടിടം സമയബന്ധിതമായി പൂർത്തീകരിച്ച കരാറുകാരൻ AA റഹ്മാൻ ചടങ്ങിൽ ഉപഹാരം നൽകി. ഡോക്ടർ VA ഇബ്രാഹിം ഹാജി മുഖ്യാതിഥിയായി. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, PK മാധവി, A ജാസ്മിൻ, കപ്പണ മുഹമ്മദ് കുഞ്ഞി, M ജയകൃഷ്ണൻ, K അജയകുമാർ, സിദ്ദിഖ് പള്ളിപ്പുഴ, KEA ബക്കർ, MU അബ്ദുൾ റഹ്മാൻ, രാജേന്ദ്ര പ്രസാദ്, ഫാത്തിമ മൂസ, MC കമറുദ്ദീൻ, DDE C രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ സർവകലാശാലകളെയും കോളേജുകളെയും ലോകോത്തര നിലവാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി അബ്ദുറബ് പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ലൈബ്രറി കെട്ടിടോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജുകൾക്ക് സ്വന്തം നിലയിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉണ്ടാകണം. കോളേജുകളെ അതിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. ഇത്തരത്തിൽ ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഒരു എയ്ഡഡ് കോളേജ് അടക്കം 12 കോളേജുകളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 20 കോളേജുകളുടെ അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ അന്യസംസ്ഥാനങ്ങളിലും വിദേശത്തും ഉപരിപഠനത്തിന് പോകാനുള്ള കാരണം ഇവിടെ അവരുടെ അഭിരുചിക്ക് അനുസൃതമായ കോഴ്സുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ തലമുറയുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള കോഴ്സുകളാണ് പ്രധാനമായും കേരളത്തിലെ കോളേജുകൾ കൊണ്ടുവരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 219 കോളേജുകളിലായി 300-ലധികം പുതിയ ബിരുദ PG കോഴ്സുകൾ അനുവദിച്ചു. സാമ്പത്തിക പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാന പരിഗണനയാണ് നൽകി വരുന്നത്. ടെലിവിഷൻ ചാനലുകളുടെയും പുതിയ സാമൂഹിക മാധ്യമങ്ങളുടെയും കടന്നുകയറ്റം പുതിയ തലമുറയെ വായനയിൽ നിന്നും പിന്നോക്കം കൊണ്ടുപോയെന്നും മന്ത്രി പറഞ്ഞു. ഈ സ്ഥാപനം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, നാക്കിൻ്റെ ഗ്രേഡ് അക്രഡിറ്റേഷനും ഈ സ്ഥാപനത്തിന് ലഭിക്കുകയില്ല. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രൗഢിക്കും പ്രശസ്തിക്കും അനുസരിച്ചുള്ള ഒരു ലൈബ്രറിയും വായനശാലയും ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ബഹുമാനായ MLA-യും മന്ത്രിയുമായിരുന്ന CT അഹമ്മദ് അലി സാഹിബ്, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഷ്ടാംഗ പരിശ്രമത്തിൻ്റെ ഭാഗമായി മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി 1,80,00,000 രൂപ അനുവദിച്ച് ആ ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, നഗരസഭാ അംഗം അർജുനൻ തായലങ്ങാടി, മംഗലാപുരം PA എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ PA ഇബ്രാഹിം ആജി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP അജയകുമാർ, ഡോക്ടർ രമ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ M മഹാലിംഗ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ 10 കോപ്പികൾ ലൈബ്രറിക്കായി ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടിന്റെ പുരോഗമന വഴിയിൽ വെളിച്ചം പകർന്ന വ്യക്തികൾക്ക് തായലങ്ങാടി മുസ്ലിം ലീഗിന്റെ സ്നേഹാദരവ്. അരനൂറ്റാണ്ടുകാലമായി സാമൂഹ്യ വ്യാപാര, കായിക, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചവരെയാണ് ആദരിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഹാളിലായിരുന്നു ആദരിക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത്. തായിലങ്ങാടിയുടെ പുരോഗമന വഴിയിൽ മികച്ച സംഭാവനകളിലൂടെ വെളിച്ചം പകർന്ന ഡോക്ടർ ശ്രീപത് റാവു, കൊച്ചി മമ്മു, ദാമോദര റാവു എന്നീ പ്രമുഖ വ്യക്തികളെയാണ് ആദരിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ആദരിക്കുന്നു. അതിനുവേണ്ടി
തായിലങ്ങാടിയിലെ വിവിധ മേഖലകളിലെ നിറസാന്നിധ്യങ്ങളായ 3 വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച മന്ത്രി, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നവർ സമൂഹത്തിനു മുന്നിലെ മികച്ച മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ടു. തായിലങ്ങാടി പ്രദേശത്ത് ദീർഘ വർഷങ്ങളായി വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തമായ സേവനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രശസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങളും സ്നേഹവും ആദരവുകളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. സാഹിത്യവേദി പ്രസിഡന്റ് റഹ്മാൻ തായിലങ്ങാടി വ്യക്തികളെ സദസ്സിന് പരിചയപ്പെടുത്തി. BM അബ്ദുൽ റഹിമാൻ ആദരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ NA നെല്ലിക്കുന്ന്, PP അബ്ദുൾ റസാഖ്, കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും KCN ചാനൽ ഡയറക്ടറുമായ ഷുക്കൂർ കോളിക്കര, DPC മെമ്പർ A അബ്ദുൽ റഹിമാൻ, TA ഷാഫി, G നാരായണൻ, AM കടവത്ത്, അഡ്വക്കേറ്റ് VM മുനീർ, NA അബ്ദുല്ല കുഞ്ഞി, MS താജുദ്ദീൻ, മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി, അർജുനൻ തായിലങ്ങാടി എന്നിവർ സംസാരിച്ചു. ദാമോദര കാമത്തിന് വ്യാപാര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചും ഡോക്ടർ ശ്രീപത് റാവുവിന് ആതുര സേവന രംഗത്തെ വിലമതിക്കാനാവാത്ത സംഭാവനകൾ പരിഗണിച്ചുമാണ് സ്നേഹാദരം നൽകിയത്. കലാകായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് കൊച്ചി മമ്മുവിനെ ആദരിച്ചത്. ആദരിക്കൽ സമ്മേളനം കാണുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഹോസ്ദുർഗ ബാങ്ക് ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. CMP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ നടന്നു. കൺവെൻഷൻ CMP നേതാവ് CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇത് എന്റെ ഒരു അനുഭവമാണെങ്കിൽ മറ്റൊരു അനുഭവം എനിക്ക് കൊല്ലം ജില്ലയിലുണ്ടായത്, ഞങ്ങളൊരു സഖാവ് മരിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് എപ്പോഴും കിട്ടില്ല നമുക്കറിയാലോ. അപ്പൊ ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോൾ എന്റെ ഭാര്യ എടുത്തു. ഭാര്യ രാഷ്ട്രീയമായിട്ട് ധാരാളം എന്നെക്കാൾ കൂടുതൽ ചെറുപ്പം മുതലേ പരിചയമുള്ളൊരു കുടുംബത്തിൽ ഉള്ളൊരു വ്യക്തിയാണ്. അവര് പിന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ബസ്സും AKG അഴിക്കോടിനൊക്കെ അവർ വീട്ടിൽ വന്നപ്പോൾ പ്രശ്നം കഴിച്ചില്ല. MPR അങ്ങനെയാണോ ഞാൻ അവരെ കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സഖാവിന്റെ ആള് മരിച്ചുപോയി, അതുകൊണ്ട് ജോൺ സാബിനോട് പിന്നെ ശവടുപ്പിന് വരാൻ പറയണം. വി കമ്മാരൻ അധ്യക്ഷനായി. VK രവീന്ദ്രൻ, B സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തുകളിലെ മുൻകാല അംഗങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്തു തുടങ്ങി. കാഞ്ഞങ്ങാട്ട് നഗരസഭയിലെ ആദ്യകാല അംഗങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്തു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും മുൻകാല അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുൻകാല അംഗങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്തു. ആവശ്യമുള്ള ആളുകൾക്ക് അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിലവിൽ തന്നെ കാർഡ് നൽകണമെന്നുള്ള ഒരു തീരുമാനം ഉത്തരവായി വരികയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ എന്താണ് ഇതിന്റെ ഉപയോഗം എന്നതിനെ സംബന്ധിച്ച് നിരവധി ഐഡന്റിറ്റി കാർഡുകൾ നമ്മുടെയൊക്കെ തന്നെ പേഴ്സുകളിലും ബോർഡുകളിലും ഉണ്ട്. അപ്പം തന്നെ NPR കാർഡുണ്ട്, അതുപോലെ ആധാർ കാർഡുണ്ട്, ലൈസൻസ് ഉണ്ട്, പിന്നെ പാൻ കാർഡുണ്ട്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡുണ്ട്. ഇങ്ങനെ ഒരുപാട് തിരിച്ചറിയൽ കാർഡുകൾ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഒരു തിരിച്ചറിയൽ കാർഡ് കൂടി അധികമായി ഇപ്പോൾ വന്നു ചേരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോവുക എന്നത് ചോദിച്ചാൽ മുൻ നഗരസഭാ അധ്യക്ഷന്മാരായ K വേണുഗോപാലൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് NA ഖാലിദ്, അസീന താജുദ്ദീൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജാനകിക്കുട്ടി, L സുലൈഖ തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദ കൂട്ടായ്മയിൽ വോളി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സമ്പാദ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകി ഫ്രണ്ട്സ് ചാലിങ്കാലിന്റെ പ്രവർത്തകർ മാതൃകയായി. സംഘാടനത്തിന്റെ മികവ് കൊണ്ട് ശ്രദ്ധേയമായ ചാലിങ്കാൽ വോളി ഫെസ്റ്റ് 2015 സമ്പാദ്യം നിർധരരായ രോഗികൾക്ക് നൽകി ക്ലബ് പ്രവർത്തകർ മാതൃകയായി. അന്തർദേശീയ താരങ്ങളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചാലിങ്കാലിൽ ഫ്ലഡ് ലൈറ്റ് വോളി ഫെസ്റ്റ് നടത്തിയത്. വൻ വിജയമായ വോളി ഫെസ്റ്റിലൂടെ കണ്ടെത്തിയ തുക നിർധരരായ രോഗികൾക്ക് കൈമാറാൻ സംഘാടക സമിതി തീരുമാനിക്കുകയായിരുന്നു. സംഘാടകർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനപ്രകാരം അവശതയനുഭവിക്കുന്നവരുടെ വീടുകളിൽ എത്തിയാണ് സഹായം കൈമാറിയത്. വോളിബോൾ ടൂർണമെന്റ്
ആദ്യത്തെ വർഷം വളരെ ഗംഭീരമായി നടത്തി. ഇപ്രാവശ്യം ഏറെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഫലമായി എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കളി കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ഈ പ്രദേശത്തെ ഏറെ ബുദ്ധിമുട്ടുന്ന ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ സാധിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി വന്ന തുക ഈ പ്രദേശത്തെ 5-6 കുടുംബങ്ങൾക്ക് ഞങ്ങൾ അവരുടെ വീടുകളിൽ പോയി ഇന്ന് കൊടുത്തു. ചാലിങ്കാലിലെ അബ്ദുള്ള, KT ചന്ദ്രൻ തടത്തിൽ, കുഞ്ഞിരാമൻ തടത്തിൽ, C രാമൻ ചാലിങ്കാൽ, ബാബു മഞ്ഞങ്ങാനം എന്നിവർക്കാണ് സഹായം എത്തിച്ചത്. സംഘാടക സമിതി ചെയർമാൻ V ഭാസ്കരൻ, കൺവീനർ KP നന്ദകുമാർ, ട്രഷറർ ഗോപാലൻ, സുരേഷ് കാവുങ്കാൽ, CK രവി, CK വിജയൻ, പ്രഭാകരൻ ചാലിങ്കാൽ, ദിനേശൻ മടിയൻ, അസീസ് ചാലിങ്കാൽ തുടങ്ങിയവരാണ് വീടുകളിൽ സഹായമെത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത്. സ്കൂൾ ലൈബ്രറികളുടെ നവീകരണത്തിനായി RMSA പുസ്തകോത്സവം സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ 23, 24 തീയതികളിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. സ്കൂൾ ലൈബ്രറികളുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചാണ് RMSA പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. 23, 24 തീയതികളിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ 40% വരെ കിഴിവ് ലഭ്യമാക്കും. പക്ഷേ എങ്കിലും നമ്മൾ വേറെ 1-2 കുട്ടികളുടെ പരിപാടികൾ, കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള, കുട്ടികൾ രചിച്ച പുസ്തകങ്ങളുണ്ടെങ്കിൽ ആ പുസ്തകങ്ങളുടെ പ്രകാശനം, അതുമായി ബന്ധപ്പെട്ട അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ, അങ്ങനെ 1-2 പ്രോഗ്രാമുകളിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജില്ലയായിട്ടുള്ള കാസർഗോഡ് ഞങ്ങൾ 2 ദിവസം ഈ പരിപാടി വെച്ചത്. വാർത്താ സമ്മേളനത്തിൽ DD C രാഘവൻ, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ VV രാമചന്ദ്രൻ, DO സൗമിനി കല്ലത്ത്, V ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം 22-ന് നടക്കും. നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷനും ലയൺസ് ജിം കാഞ്ഞങ്ങാടുമാണ് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിന് നേതൃത്വമേകുന്നത്. ഞായറാഴ്ച കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പഞ്ചഗുസ്തി മത്സരം നടക്കുന്നത്. പഞ്ചഗുസ്തി മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരങ്ങളായ സന്തോഷും അനന്യയും എത്തുന്നുണ്ട്. നോർത്ത് കോട്ടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ടൗൺ ഹാൾ പരിസരത്ത് സമാപിച്ചു. ബാൻഡ് വാദ്യവും സ്കാറ്റിംഗ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളും വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റേകി. കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരം 23ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കലാപരിപാടികളും അരങ്ങേറി. കാഞ്ഞങ്ങാട് വിവേകാനന്ദ മന്ദിരത്തിന്റെ 23ാമത് വാർഷികാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ നടന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. വിദ്യാഭാരതി ദക്ഷിണ ക്ഷേത്രീയ കാര്യദർശി NCT രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയം 2.5 ദശാബ്ദത്തിലേക്ക് കടക്കാൻ പോവാണ്. 23 വർഷമായി എന്നാണ് അശോക് റിപ്പോർട്ടിൽ പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞാൽ 2.5 ദശാബ്ദം പൂർത്തിയാവും. അപ്പോൾ വിവേകാനന്ദ വിദ്യാമന്ദിരം ഇന്നൊരു യുവാവാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പിന്നിലുള്ള ഈ കെട്ടിടത്തില് ഏതാനും കുട്ടികളെയും കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ എൻ്റെ മക്കൾക്ക് ദേശീയ സാംസ്കാരിക വിദ്യാഭ്യാസം കിട്ടണം. പ്രധാന അധ്യാപകൻ VT ദണ്ഡപാണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് P കൃഷ്ണൻ, N അശോക് കുമാർ, ബേബി വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഹിന്ദു മഹാസമ്മേളനം 22-ന് മാവുങ്കാലിൽ നടക്കും. ഒരു ഹിന്ദുവും പതിതനല്ല എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത്. മാവുങ്കാൽ ശ്രീരാമക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ സ്വർഗീയ സുധാകരൻ നഗറിലാണ് ഞായറാഴ്ച സമ്മേളനം നടക്കുന്നത്. ആഗസ്റ്റ് മാസം 17 മുതൽ 2015 ആഗസ്റ്റ് മാസം 17 വരെയാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് സുവർണ ജയന്തി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 22-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് മാവുങ്കാലിൽ സ്വർഗീയ സുധാകരൻ നഗരിയിൽ ഹിന്ദു മഹാസമ്മേളനം നടക്കുകയാണ്. പ്രമുഖരായ ആചാര്യന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KV ഗോവിന്ദൻ, ശിവകുമാർ, K കരുണാകരൻ, KV രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുളൂർ വനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ആചാരപ്പെരുമയോടെ പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു.
കിഴക്കുകൂലം എന്നറിയപ്പെടുന്ന മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തുനിന്നും ആചാരപ്പെരുമയോടെ പൂക്കാർ സംഘം പുറപ്പെട്ടു. പച്ചയോലമടഞ്ഞ് പ്രത്യേകം തയ്യാറാക്കിയ പൂക്കട്ട തലയിലെത്തി 45 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം തുളുർവനത്തെത്തുന്നത്. മുന്നായിരീശ്വരൻ കുടികൊള്ളുന്ന കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ക്ഷേത്രത്തിൽ നിന്നുള്ള പൂക്കോട്ടയിൽ മുന്നായിരീശ്വരൻ തന്നെയാണുള്ളതെന്നാണ് സങ്കല്പം. പരമ്പരാഗത വഴിയിൽ കൂടിയുള്ള സംഘത്തിന്റെ യാത്രയിൽ ചില കാവുകളും ക്ഷേത്രങ്ങളും കയറിയിറങ്ങുന്ന പൂക്കാർ സംഘത്തെ അതത് ദേശക്കാർ വരവേറ്റി യാത്രയാക്കുകയാണ് പതിവ്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ പാണത്തൂർ കാട്ടൂർ തറവാട്ടിലെത്തിയ പൂക്കാർ സംഘത്തെ തറവാട്ടമ്മ വിളക്കും തളിയും പിടിച്ച് എതിരേറ്റ് സ്വീകരിച്ചു. തുടർന്ന് അവിടെ നിന്നും പുറപ്പെട്ട പൂക്കാർ സംഘം സന്ധ്യയോടെ തുളുർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെത്തി. 25-ന് ക്ഷേത്രക്കളിയാട്ടം സമാപിക്കുന്നവരെ ക്ഷേത്രക്കാവിൽ തങ്ങുന്ന സംഘം 26-ന് വൈകുന്നേരത്തോടെ കിഴക്കങ്കര ദേവസ്ഥാനം തിരിച്ചെത്തും. കിഴക്കൂലം തുളുർവനത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നും പൂക്കാർ സംഘം പുറപ്പെട്ടു. പൗരാണികമായ ആചാരം നിലനിർത്തിക്കൊണ്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് പഴയ സ്ഥാന പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നും പൂക്കാർ സംഘം പുറപ്പെട്ടത്. 6ാം കളിയാട്ട ദിനമായ തിങ്കളാഴ്ച അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം വകയാണ് കലശം എഴുന്നള്ളിക്കുന്നത്. അത്യപൂർവമായ ഈ ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തുളുർവനം ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കലശത്തിൽ അണിയിക്കാനുള്ള പൂവും കൊട്ടയും എത്തിക്കാനുള്ള പൂക്കാർ സംഘം ദേവസ്ഥാനത്തു നിന്നും പുറപ്പെട്ടു. 45 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് പൂക്കാർ സംഘം തുളുർവനത്ത് എത്തിച്ചേരുന്നത്. സ്ഥാനികരും ആചാരക്കാരും പൂക്കാർ സംഘത്തിന് നേതൃത്വമേകി. പൂക്കാർ സംഘം പുറപ്പെടുന്നത് കാണാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ദേവസ്ഥാനത്ത് എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലെ VSന്റെ ഇറങ്ങിപ്പോക്ക്. നീലേശ്വരത്ത് VS അനുകൂല പ്രകടനം നടന്നു. VSന്റെ നിലപാടിന് പിന്തുണയുമായി CMP നേതാവ് CP ജോൺ. VSന് CMP പിന്തുണ നൽകുമെന്ന് CP ജോൺ. സംസ്ഥാനത്ത് 3 വർഷത്തിനകം സമ്പൂർണ്ണ +2 തുല്യത കൈവരിക്കുമെന്ന് മന്ത്രി അബ്ദുറബ്. മുൻകാല നഗരസഭാ അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം കാഞ്ഞങ്ങാട്ട് നഗരസഭയിൽ നടന്നു. സൗഹൃദ കൂട്ടായ്മ ഫുട്ബോൾ ഫെസ്റ്റ്. സമ്പാദ്യം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകി ചാലിങ്കാൽ ഫ്രണ്ട്സ് ക്ലബ് മാതൃകയെ. തുളുർവനത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ടം. ഭക്തിയുടെ നിറവിൽ പൂക്കാർ സംഘങ്ങൾ പുറപ്പെട്ടു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.